ഒരു വ്യത്യാസമായ അനുഗ്രഹത്തെ ദിവസങ്ങളിൽ പകരണം ദൈവം. ദിഗനഘടക നിങ്ങളുടെ ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു ശാന്തികமான ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ, മാറ്റം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ മാറ്റത്തിലേക്ക് ഏൽപ്പിച്ച് തന്നെ ആരാധിക്കാൻ പറ്റുകയുള്ളൂ, ഏൽപ്പിച്ച് തന്നെ ആരാധിക്കാൻ പറ്റുകയുള്ളൂ, ഏൽപ്പിച്ച് തന്നെ ആരാധിക്കാൻ പറ്റുക ദൈവകൃപയാണല്ലോ നിങ്ങൾ എവിടെ ഇരിക്കുന്നത്. ശാന്തപോരകജകനഘടക നാനും എൻ വീടും എൻ വീട്ടാരനൈവരും ഓയാമൽ നന്ദി சொல்வோம் പറഞ്ഞാകട്ടെ. നിങ്ങളുടെ വീട്ടുകാരെല്ലാവരും നാനും എൻ വീടും എൻ വീട്ടാരനൈവരും ഓയാമൽ നന്ദി சொல்வோம். നടത്തിയില്ലേ? നന്ദി പറയണം ദൈവത്തോട്, നന്ദി പറയാ. ഈ ദിവസങ്ങളിൽ എന്ന് പറയുന്നത് ഈ ദിവസമാണ്. ഈ 2026 ജനുവരിയിൽ ഇത്രത്തോളം നടത്തിയ ദൈവം നാനും എൻ വീടും എൻ വീട്ടാരനൈവരും ഓയാമൽ നന്ദി சொல்வோம். നാനും എൻ വീടും എൻ വീട്ടാരനൈവരും ഓയാമൽ നന്ദി சொல்வோம். ഒരു കരുപോല കാത്തീരേ നന്ദി, എന്നെ സിതയാമൽ സുമന്തീരേ നന്ദി പറഞ്ഞാകട്ടെ. ഒരമല ആച്ചലഘടകതല ദൈവം നിങ്ങളെ കരുതി. ഒരവല റബദലകളെ കുഞ്ഞുങ്ങളെ ശകതലഘടകതകളുടെ ഗർഭത്തിൽ ധരിച്ച് നിങ്ങൾ 9 മാസം അലഗജകനഘടക ഒരമല നമ്മുടെ അമ്മ ശബല ഞങ്ങളും തന്നെ നടത്തി. അതുപോലെ തന്നെയാണ് ദൈവം ദിഗനഘടകഘടക ഒരു കരുപോല കാത്തീരേ നന്ദി, സിതയാമൽ സുമന്തീരേ നന്ദി. എബിനേസരേ എബിനേസരേ ഇന്നാൾ വഴി സുമന്തവരേ. എബിനേസരേ എബിനേസരേ ഇന്നാൾ വഴി സുമന്തവരേ. നന്ദി 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 നന്ദി. ഹൃദയത്തിൽ സുമന്തീരേ നന്ദി 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 നന്ദി. ഹൃദയത്തിൽ സുമന്തീരേ നന്ദി. ஒன்றுமே இல்லாமல் துவங்கின என் வாழ்வு நன்மையால் நிறைந்துள்ளதே. ഓർത്തു നോക്കണം. ശകബലറവ് എവിടെ നിന്നാണ് തുടങ്ങിയത്, എന്തുണ്ടായി? ശലഭോരകതകണം ജനറേഷൻ എന്ന് ഓർക്കണം. നിങ്ങളുടെ ജനറേഷന് തലമുറയെ പിന്നോലോട്ട് പോയി ഓർക്കുക. ശല എല്ലാം ഉണ്ടായിട്ടാണോ? ഇത്രത്തോളം എത്തി എല്ലാം ഉണ്ടായിട്ടാണോ? ശംവരേതനഘടകരസിക്കിലൊരുവിക്കാനകതകനക ஒன்றுமே இல்லாமல் துவங்கின என் வாழ்வு நன்மையால் நிறைந்துள்ளதே. ஒரு தீமையும் நினைக்காத நல்ல ஒரு தகப்பனும் உம்மை போல இல்ல. ஒரு தீமையும் நினைக்காத நல்ல ஒரு தகப்பனும் உம்மை போல இல்ல പറഞ്ഞാട്ടെ. எபினேசரே எபினேசரே இந்நாள் வரை സുമന്തവരേ. എബിനേസരേ. ഭാഷ അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, തമിഴ് അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ കൂടി അന്യഭാഷ ദൈവത്തെ ആരാധിക്കുക. ആ സ്വരത്തെ പിടിച്ച് ആരാധിക്കുക. വീട്ടിൽ വിടുതൽ ശമന, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വിടുതൽ, ഭവനങ്ങളിൽ വിടുതൽ ശബലോചനഘടകഘടകഘടിയ റിമനാഞ്ചലഘടക. ഞങ്ങൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത് ശാന്തേനഘടകഘടകഘടകഘട ഞങ്ങളുടെ സ്വന്തം സുയബുദ്ധി കൊണ്ടല്ല. ശാന്തേവലാചലഘടക ദൈവം തന്ന റിഖമലോഷിബിലിഗജാന്തലഘടക ബുദ്ധിയും ജ്ഞാനത്തോടാണ്, ദൈവം തന്ന സ്വരത്തോടാണ്. ദൈവം ശബലറവ വിളിച്ച് ജഗതഗണകൻ ഞങ്ങളെ ശരവോതി ദേശത്തു നിന്ന് ശരാതലഘടക പിടിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്ന ശാന്തേമനഘടകഘടക ആ സ്വരത്തിൽ ആ നന്ദിയിൽ പാടട്ടെ. റുമാശക്കേലഘടകഘടകഘടക ശാന്തേ പുറത്തലാചലഘടക സന്ദേ ஒன்றுமே இல்லாமல் துவங்கிய என் வாழ்வு நன்மை
எபினேசரே இந்நாள் வரை சுமந்தவரே, எபினேசரே எபினேசரே இந்நாள் வரை சுமந்தவரே. നിങ്ങളെ തള്ളിക്കളഞ്ഞ ഇടത്തിൽ ആരും വേണ്ടാന്ന് പറഞ്ഞില്ലേ? ശകബലബോധന കുടുംബത്തിലാകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, ഈ ദേശത്തിലാകട്ടെ, ശലപരമ തള്ളിക്കളഞ്ഞ സമയത്തിലെല്ലാം നിങ്ങളെ ദൈവം ഉയർത്തിയില്ലേ? അടുപ്പിച്ച് ഉയർത്തിയില്ലേ? നിങ്ങളോട് സംസാരിച്ചില്ലേ? ദൈവ സത്യങ്ങൾ നിങ്ങൾ വെളിപ്പെട്ടില്ലേ? വചനത്തിൽ കൂടിയും പ്രവാചകൽ കൂടിയും ദൈവത്തിന്റെ പ്രോമിസസ്, ഹിസ് പ്രോഫസി, ഹല്ലേലൂയ, ഹിസ് വേർഡ്, നിങ്ങളെ എല്ലാം തന്ന് തള്ളി കളഞ്ഞ ഇടത്തിലെല്ലാം നിന്നെ ദൈവം ഉപയോഗിച്ചു. അതാണ് ഈ പറയുന്നത്, ജ്ഞാനികൾ മധ്യയിൽ പൈത്യം എന്നെയും അழைത്തത് അതിശയമേ. വലിയ ഓഫീസുകളിൽ പോകുമ്പോൾ നിങ്ങൾ വലിയ ഓഫീസുകളിൽ പോകുമ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ അങ്ങ് ചെല്ലുമ്പോൾ വലിയ വലിയ ആൾക്കാരെ അവിടെ ഇരിക്കും. നമ്മളെ അടുപ്പിക്കാത്ത സ്ഥലത്തല്ല, നിങ്ങൾ പോയെടുത്ത് ദൈവകൃപ പകർന്നു തന്ന് ദൈവം അത് അവരോട് സംസാരിച്ച് അവരുടെ നടുവിൽ നിങ്ങളെ ഉപയോഗിച്ചതാണ്. ജ്ഞാനികൾ മധ്യയിൽ പൈത്യം എന്നെയും അழைത്തത് അതിശയമേ. ഹല്ലേലൂയ. പറഞ്ഞാകട്ടെ ശകബല, ജ്ഞാനികൾ മധ്യയിൽ പൈത്യം എന്നെയും അழைത്തത് അതിശയമേ. ഞാനിവിടെ നിൽക്കുന്ന ദൈവകൃപയാ. പ്രോഫറ്റി ഹല്ലേലൂയ, പവിത്ര സമാജം ഇവിടെ ഇരിക്കുന്ന ദൈവകൃപയാ. പാസ്റ്റർമാർ ഇവിടെ ഇരിക്കുന്ന ദൈവകൃപ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന കൃപ ദൈവകൃപയാണ്. ജ്ഞാനികൾ മധ്യയിൽ പൈത്യം എന്നെയും അழைത്തത് കൃപയേ. ശബലറവ, ഞാൻ അതിർക്കാല പാത്രരല്ല, ഞാൻ അതിർക്കാല പാത്രരല്ല, ഇത് കൃപയെ വേറൊന്നുമില്ല. എബിനേസരേ എബിനേസരേ ഇന്നാൾ വரை സുമந்தவரே, എബിനേസരേ എബിനേസരേ ഇന്നാൾ വரை സുമந்தவரേ. നന്ദി നന്ദി നന്ദി, ഹൃദയത്തിൽ സുമന്തീരേ നന്ദി. ഇവിടെ ഇരിക്കുന്ന എല്ലാരും ദൈവം കരുതി. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കഷ്ടങ്ങൾ മധ്യയിലും നിങ്ങൾ പ്രാർത്ഥന കുറിപ്പുകൾ മധ്യയിലും ഇനിയും ഇത് ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ തീ ഇറങ്ങിയിട്ടുണ്ട്. ആ തീ ആർക്കെല്ലാം വേണം? കൈയടിച്ച് സ്വർഗത്തിൽ തീ ഇറങ്ങിയിട്ടുണ്ട്. ചുണ്ടുകളിൽ ശബരോചനം, നാവുകളിൽ ശന്തകനെ, കാതുകളിൽ ശനാന, ഹൃദയങ്ങളിൽ ശന്തിമാനകര, കാലുകളിൽ ശകബോരക, വസ്ത്രങ്ങളിൽ ചമനാന്തരകടക, നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തിൽ ശകവരകടക, നിങ്ങൾ ഭവനങ്ങളിൽ ശബരോചനകടക പിടിക്കട്ടെ പിടിക്കട്ടെ. കൈയടിച്ച് ജനമാതന ആ തീ കൊണ്ട് തന്നെ ഇന്ന് പോകണം. ഇവിടുന്ന് കടന്നു ചെല്ലുമ്പോൾ ആ തീ സഭയിൽ പിടിച്ച് ഈ അറ്റ്മോസ്ഫിയറിൽ പിടിച്ച് ആ തീ കൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ ഭവനങ്ങളിൽ ചെല്ലണമെന്ന് ദൈവം പറയുന്നു. ജ്ഞാനികൾ മധ്യയിൽ, ജ്ഞാനിന്റെ മധ്യയിൽ ഉപയോഗിക്കുന്ന ദൈവം.
എന്റെ ജീവിതത്തിൽ അതുപോലെ ചെയ്തു. ഞാനൊരു ശകലകളുടെ എസ്റ്റേറ്റ് എന്ന് വന്നവളാണ്. ശകലകളുടെ കാടിന്റെ നടുവിൽ, ടീ എസ്റ്റേറ്റിന്റെ നടുവിൽ ഞാൻ പഠിച്ചത് നടന്നിട്ടാണ്. 30 കിലോമീറ്റർ പോയി പഠിക്കണം. തമിഴ് മീഡിയം പഠിച്ചതാണ്. ശഖബലറവോ എന്നും ആന മുമ്പോട്ട് പോയിട്ടുണ്ടാവും, പുറകോട്ട് ആന പോയി കഴിഞ്ഞിട്ട് നടന്നിട്ട് പോകണം പഠിക്കുവാൻ. ശംഭേരഗതകൻ ഓ വാലി എന്ന് പറഞ്ഞ സ്കൂളിലാണ് പഠിച്ചത്. ഓ വാലി എന്ന് പറഞ്ഞ തന്നെ ശകല ടീ എസ്റ്റേറ്റും കാപ്പിയും കാടും ശബദേജനഘടകരഹസ്യഗതിയ. അവിടുന്നാണ് എന്റെ ദൈവം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത്. അവിടുന്നാണ് എന്റെ ദൈവം എന്നെ ബാംഗ്ലൂർ പട്ടണത്തിൽ നിർത്തിയത്. അതുപോലെ തന്നെ മഴക്കാലത്തിനു വേണ്ടി ഞങ്ങൾ ശകലോദനകൾ 10-12 കിലോമീറ്ററുകൾ നടന്ന് വിറക് വെട്ടി ആനക്കാട്ടിൽ കുടിച്ചെന്ന് വിറക് വെട്ടി ആ വിറക് കെട്ടി ഏറ്റിക്കൊണ്ടുവരുമായിരുന്നു ശബദറവ. അത് മഴക്കാലത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ. അവിടെ പുലിയും ആനയും ഉണ്ടാകും. ആന അതിൽ നടന്നു പോയി കാണും. പിന്നീട് പുറകെ പോയി കാട്ടിൽ ശകല വിറക് വെട്ടി കൊണ്ടുവന്ന് അതിനെ ഏറ്റിക്കൊണ്ടുവന്ന് വരുവാൻ ശബദറവ. വയലുകളിൽ വേല ചെയ്ത ആളാണ് ഇന്ന് ഇവിടെ നിന്ന് പാടുന്ന എരുമയും പശുവിനെയും വെച്ച് നടന്നവളാണ് ശക്കിലകടകളോട് കസ്യ. ആ ദൈവം എന്നെ വിളിച്ചു. ആ ദൈവം എന്നെ കണ്ടു. ആ ദൈവം എന്നെ ബാംഗ്ലൂർ പട്ടണത്തിൽ നിർത്തി. ശബലോ ആ ദൈവം തന്നെയാണ് ഇന്ന് ട്രിവാൻഡ്രത്തിൽ ഈ സഭയിൽ നിർത്തിയത്. ശഖബലോ ജ്ഞാനികൾ മധ്യയിൽ പൈത്യം എന്നെയും അழைത്തത് കൃപയല്ലോ. ഞാനത് ആ ദൈവത്തെ നിങ്ങൾ പാടണം. എന്നെ നടത്തിയ ദൈവം നിങ്ങളെ നടത്തി. ഓ എന്നെ കൊണ്ടുവന്ന ദൈവം നിങ്ങളെ കൊണ്ടു ചെല്ലും. ദേശങ്ങളിൽ കൂടി ഉപയോഗിക്കാൻ ശക്തനാണ് എന്റെ ദൈവം.